നാദം, തനിമയുടെ രാഗം, കനവിലൊരു നാളം. പ്രകാശനായ പ്രകാശിക മലങ്കരദർശൻ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 4 വേഴ്സസ് 32 to 35. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തന് അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ച് കൊടുക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം സുപരിചിതമായ ഭാഗമാണ്. അതിൻ്റെ അവസാനത്തെ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. ഞാൻ പറയാൻ മനസ്സിലുള്ള കാര്യങ്ങൾ ഒരു ക്യാപ്ഷനിൽ ഇങ്ങനെ പറയാം: ഫ്രം ദ ഓർബിറ്റ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഡോമിനേഷൻ ടു ദ ഓർബിറ്റ് ഓഫ് ഫെലോഷിപ്പ് ആൻഡ് കമ്മ്യൂണിയൻ. ചൂഷണത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും ഭ്രമണപഥത്തിൽ നിന്ന് സാഹോദര്യത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഭ്രമണപഥത്തിലേക്ക്. അതിൻ്റെ വെളിച്ചത്തിൽ നമുക്കിന്ന് ചിന്തിക്കുവാനായിട്ടുള്ളത് ലോകത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയായ തിരുസഭ, ആ സഭയുടെ അംഗങ്ങളായ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെയുള്ള ക്രമത്തിലും ചിട്ടയിലും ദൈവബോധത്തിലുമാണോ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എന്ന് ആലോചിക്കുക എന്ന് മാത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നു, വിശ്വസിച്ചവരുടെ കൂട്ടം. അവർ വിശ്വസിച്ചു. അവരെന്താണ് വിശ്വസിച്ചത്? അവരാരിലാണ് വിശ്വസിച്ചത്? വളരെ ലളിതമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അവിടെ നമ്മൾ ആ ഭാഗത്ത് അപ്പോസ്തല പ്രവൃത്തികളുടെ ആദ്യ അധ്യായങ്ങളിലെല്ലാം ശിഷ്യന്മാർക്ക് പറയുവാൻ ഒറ്റ പോയിന്റേ ഉള്ളൂ. അത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, അവൻ എൻ്റെ രക്ഷകൻ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും നമ്മുടെ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് ഇത് ശ്രദ്ധിക്കുന്നവരും വളരെ വിനയത്തോടുകൂടെ അവരോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്: യേശു ക്രിസ്തു എനിക്ക് ആരാണ്? ഇത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ലളിതമായ ഒരു പ്രസ്താവനയായോ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ നമുക്ക് തോന്നാം. പക്ഷെ നമ്മളോട് തന്നെ ചോദിക്കണം, ഹൂ ഈസ് ജീസസ് ക്രൈസ്റ്റ് ഫോർ മീ? യേശു എനിക്ക് ആരാണ്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭവുമാണ്. അപ്പോൾ വേറെ ഒരിടത്ത് പൗലോസ് തന്നെ പറയുന്നു, ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ആദിമ ക്രൈസ്തവ സഭ, ദേ ആർ സോ ഫോക്കസ്ഡ്. അവരെല്ലാം ന്യൂനീകരിച്ച് ഒരൊറ്റ ആളിലേക്ക് ശ്രദ്ധിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് ജീസസ് ഓഫ് നാസറേത്ത്. അത് യേശു ക്രിസ്തുവാണ്. അവർക്ക് മറ്റൊന്നും പറയാനില്ല. സ്നേഹിതരെ, നമുക്ക് എന്തെല്ലാം പറയാനുണ്ട്. ഒരുപാട് പറച്ചിലിൻ്റെ ഇടയിൽ ഒരു ചെറിയ പറച്ചിലായി യേശുവിനെ നമ്മൾ മനസ്സിലാക്കുന്നവരാണോ? അതോ യേശുവിനെ അല്ലാതെ
അഥവാ മറ്റെന്തെങ്കിലും പറഞ്ഞാൽ ഇതിൻ്റെ വെളിച്ചത്തിലല്ലാതെ പറയുവാൻ ഇല്ല എന്നുള്ള ഒരു ദൈവിക സ്ഥിതി നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. സോ വാട്ട് ഈസ് അവർ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി? ഇതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ദാറ്റ് ഐ ആം എ ക്രിസ്ത്യൻ. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഐ ആം അനോയിൻറ്റഡ് ടു ബി ലൈക്ക് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ പോലെ ക്രിസ്ത്യാനിയായിരിക്കുവാൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് ഞാൻ എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പറയുമ്പോൾ ഇതൊരു കമ്മ്യൂണൽ തിങ്കിങ് ആണോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തോന്നാം. ഒരിക്കലും അല്ല. ചർച്ച് എന്ന് പറയുന്നത് ഈസ് നോട്ട് മിയർലി എ കമ്മ്യൂണൽ സൊസൈറ്റി. ഇറ്റ് ഈസ് എ കമ്മ്യൂണിയൻ. ഇറ്റ് ഈസ് റിലേഷൻഷിപ്പ്. അത് ബന്ധമാണ്. അതുകൊണ്ട് സഭയ്ക്ക് വെളിയിൽ സഭയ്ക്ക് ശത്രുവായി ഒറ്റയാൾ മാത്രമേ ഉള്ളൂ. സഭയ്ക്ക് ശത്രുവില്ല, മറ്റ് ശത്രുക്കളില്ല. സഭയ്ക്ക് ഒരു ശത്രുവേ ഉള്ളൂ, അത് സാത്താൻ മാത്രമാണ്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഇതിന് വിരുദ്ധമായി കൊണ്ടുവരുന്ന ഏക ശത്രു എന്ന് പറയുന്നത് അത് സൈറ്റനിക് പവറാണ്, അല്ലാതെ വേറെ ഒരു ചിന്ത. അതുകൊണ്ട് നമുക്ക് പോരാട്ടമുള്ളത് അയൽവക്കക്കാരനോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് മറ്റൊരു സഭയോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് മറ്റൊരു രാജ്യത്തോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് മറ്റൊരു ഐഡിയോളജി സ്വീകരിക്കുന്നവനോടല്ല. നമുക്ക് ആരോടെയും സമരമില്ല. നമുക്ക് സമരമുള്ളത്, നമുക്ക് യുദ്ധമുള്ളത് നമ്മളെ ദൈവത്തിൽ നിന്നും മനുഷ്യനിൽ നിന്നും പ്രകൃതിയിൽ നിന്നും അകറ്റുന്നതായ ഏകമായ ശക്തി, അത് സാത്താന്യ ശക്തിയാണ്. ഈ സാത്താന്യ ശക്തിയെ തിരിച്ചറിയുന്നതിനുള്ള വിവേകം നമുക്കുണ്ടായേ പറ്റുകയുള്ളൂ. ആദ്യമേ ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം ജീസസ് വാസ് their power. Jesus was their pattern and Jesus was their price. യേശു ആയിരുന്നു അവരുടെ ശക്തി സ്രോതസ്. അപ്പോൾ എന്ന് മാത്രമല്ല, യേശുവാണ് അവരുടെ പാറ്റേൺ, അവരുടെ മോഡൽ. യേശുവാണ് ആത്യന്തികമായിട്ട് അവരുടെ പ്രൈസ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ആശ്രയവും നമ്മുടെ അഭയവും യേശു എന്ന് എപ്പോഴും നമ്മൾ ഓർക്കുക. എന്നാൽ ഇന്ന് എന്താണ് സംഭവിക്കുക? ഇന്നത്തെ ലോകത്തെ, ക്രൈസ്തവ ലോകത്തെ നോക്കിക്കൊണ്ട് നമുക്ക് പറയേണ്ടി വരുന്നു, ക്രിസ്ത്യാനിറ്റി ഹാസ് ഗോൺ ഡിസാസ്ട്രസ്ലി റോങ് വെൻ ജീസസ് ഈസ് വർഷിപ്ഡ് ആൻഡ് നോട്ട് ഫോളോഡ്. യേശുവിനെ ആരാധിക്കുകയും യേശുവിനെ അനുഗമിക്കാതിരിക്കുകയും ചെയ്യുന്ന അത്യപകടകരമായ ഒരു ക്രമം നമ്മുടെ ചുറ്റിൽ നിൽക്കുകയാണ്. അനുഗമിക്കാത്ത ആരാധന വ്യർത്ഥമാണ്, അർത്ഥശൂന്യമാണ്. അപ്പോൾ അർത്ഥപൂർണമായ കൃത്യമായ ഒരു ദൈവബോധം നമ്മളിൽ ശക്തിപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സഭയുടെ ഏകവും പരമവുമായ ലക്ഷ്യം, തെറ്റാൻ പാടില്ലാത്ത ലക്ഷ്യം എന്ന് പറയുന്നത്, യേശു തമ്പുരാൻ തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. ഭക്ഷണവും പാനീയമൊക്കെ ഈ വ്യാവഹാരിക ലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വസ്തുനിഷ്ഠമായ വസ്തുമയമായ കാര്യമാണ്. നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥിതിയാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ആഹാരവും വസ്ത്രവും ഇതിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നതായ ഊർജം എന്ന് പറയുന്നത്, ആൻഡ് ദിസ് പവർ, ദിസ് എനർജി ഈസ് ടു എൻഹാൻസ് ദ കിങ്ഡം ഓൺ ദ ഫേസ് ഓഫ് ദി എർത്ത്. ഈ നീതിയും ന്യായവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും ഉള്ള ഒരു പുതിയ വ്യവസ്ഥിതി ഈ ലോകത്തിൽ സൃഷ്ടിച്ചെടുക്കാനായിട്ടുള്ള ഊർജമാണ് നമുക്ക് ഈ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ടത്. ഇത് നമുക്ക്. എന്നാൽ ഇന്ന് നീതി നിഷേധിക്കപ്പെടുന്നു. എല്ലായിടത്തും മനുഷ്യൻ പലവിധമായ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കപ്പെടുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്, സം പീപ്പിൾ ആർ ക്രിമിനലി റിച്ച്. ദാറ്റ് മീൻസ് ദാറ്റ് റിച്ച്നെസ് ഈസ് കണക്റ്റഡ് ടു ക്രിമിനൽ ക്രൈം.
ഞാനൊരു പദപ്രയോഗം ഉണ്ടാക്കുകയാണ്, അങ്ങനെ ഒരു പദം കാണത്തില്ല. ആൻഡ് വി ക്യാൻ ബി ക്രിസ്റ്റിക്കലി റിച്ച്. ആ ക്രിസ്തു തൻ്റെ അവസാനത്തെ തുള്ളി രക്തം വരെ അന്യന് വേണ്ടി, അവരന് വേണ്ടി, സഹോദരന് വേണ്ടി നൽകിയവനാണ്. അതുകൊണ്ട് ക്രിമിനലി റിച്ചായിട്ടുള്ള ഒരു ലോകത്തിൽ ക്രിസ്റ്റിക്കലി റിച്ചാകാൻ വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയുടെ പേരാണ് സഭ എന്ന് നമ്മൾ മറക്കാതിരിക്കുക. We are not going to be part of the criminal richness. We are going to be part of the Christic richness. ഈ സമൃദ്ധി, അതായത് യേശു തമ്പുരാൻ തന്നെ തിരുവായ്മൊഴിഞ്ഞ് പുതിയ നിയമത്തിൽ നമ്മളോട് പറയുന്നു, ഇത് സംബന്ധമായി നിങ്ങൾ ധനികരാകുക, ദൈവസംബന്ധമായി നമ്മൾ ധനികരാകുക. ഈ ഒരു ചിന്ത നമ്മളെ എപ്പോഴും ഭരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഒരു ക്രൈസ്തവൻ്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വേർ ഈസ് യുവർ ബ്രദർ എന്നുള്ളതാണ്. എവിടെയാണ് നിന്റെ സഹോദരൻ എന്നുള്ളതാണ്. ആ സഹോദരൻ എവിടെയാണ് എന്നുള്ള ഉത്തരമാണ് ഈ എല്ലാ പ്രധാനപ്പെട്ട അബ്രഹാമിക് മതങ്ങളും പറയുന്നത്. യഹൂദ മതം, ക്രിസ്തു മതം, ഇസ്ലാം മതം. സഹോദരൻ എവിടെയാണ് എന്നുള്ള ധാർമ്മിക ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മുടെ ആത്മീയതയുടെ അടിസ്ഥാനം. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കൊച്ചു ചിന്ത എന്ന് പറയുന്നത് വേർ ഈസ് യുവർ ബ്രദർ, നിന്റെ സഹോദരൻ എവിടെ? ആ ചോദ്യത്തിന് യേശു സുന്ദരമായി നൽകുന്ന ഉത്തരം നമ്മൾ കാണുന്നത് നല്ല ശമരിയക്കാരൻ്റെ കഥയിലൂടെയാണ്. നല്ല ശമരിയക്കാരനെ സംബന്ധിച്ചിടത്തോളം മുറിവേറ്റ് കിടക്കുന്നതായ മനുഷ്യൻ, നിശ്ചയമായിട്ടും അവൻ യെരൂശലേമിൽ നിന്ന് വരുന്നവനാണ്, അവനൊരു യഹൂദനാണ്. യഹൂദനും ശമര്യനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവൻ അന്യനെന്ന് മാത്രമല്ല മ്ലേച്ഛനാണ്. അങ്ങനെയുള്ള മ്ലേച്ഛനായ ഈ ശമരിയക്കാരനാണ് ഈ യഹൂദനായ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ സഹായിക്കുന്നത്. അങ്ങനെ സഹായിക്കുന്നതിലൂടെ ഈ ശമരിയക്കാരൻ നമ്മളുടെ മുമ്പിൽ പറയുകയാണ്, ഈ അന്യനും അടുത്തു നിൽക്കാൻ പാടില്ലാത്തതുമായ ഒരുത്തൻ തൻ്റെ മുമ്പിൽ വീണ് കിടക്കുന്നതായ മനുഷ്യനെ സഹായിക്കുമ്പോൾ അതിലൂടെ അയൽക്കാരനെ സ്നേഹിതനാക്കുന്നു, സ്നേഹിതനെ സഹോദരനാക്കുന്നു, സഹോദരനെ സ്വന്തം ശരീരത്തിൻ്റെ ഭാഗമാക്കി തീർക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ശമരിയക്കാരൻ ഈ മുറിവേറ്റ് കിടക്കുന്നവനെ എടുത്ത് ചേർത്ത് തന്നോട് അണച്ചാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്താണ് സഹോദരൻ എന്ന് പറയുന്നത്? സഹോദരൻ അന്യനല്ല എന്നെപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്? അവൻ നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ്. ഇതാണ് വിശുദ്ധ കുർബാനയുടെ അന്തസാര സത്യം. അത് നമ്മൾ കൃത്യമായിട്ട് അറിയുക. എന്തുകൊണ്ടാണ് ഈ ആദിമ ക്രൈസ്തവ സഭയിലെ അംഗങ്ങൾ അവരെല്ലാം സ്വന്തം എന്ന് പറയാതിരുന്നത്? അവരൊന്നും സ്വന്തമെന്ന് പറഞ്ഞില്ല, സ്വന്തം ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ അർത്ഥം അവർക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർ സ്വന്തം എന്ന് പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് സ്വന്തമായിരിക്കുന്നത് എൻ്റേത് മാത്രമല്ല, അത് നിൻ്റേതും കൂടിയാണ് എന്നുള്ളതാണ് ആദിമ ക്രൈസ്തവ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെല്ലാവരും സത്യസന്ധമായിട്ട് ഓർത്തുകൊള്ളുക, നമുക്കുള്ളതെല്ലാം നമ്മുടേത് മാത്രം എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. യേശു ക്രിസ്തു ഫൂൾ എന്ന് വിളിച്ചിരിക്കുന്നത് ധനികനായ ഒരു മനുഷ്യനെയാണ്. ഒരുത്തനെയും മൂഢ എന്ന് വിളിക്കരുതെന്നാണ് യേശു തമ്പുരാൻ പറഞ്ഞത്. പക്ഷേ ആ പറഞ്ഞ യേശു തമ്പുരാൻ്റെ തിരുവായ്മൊഴി വാഗൊണ്ട് തന്നെയാണ് മൂഢ എന്ന് അവൻ വിളിച്ചത്. എന്തുകൊണ്ടാണ് ഈ ധനികനെ മൂഢ എന്ന് വിളിക്കാനുള്ള കാരണം? ഒരുപാട് ചിന്തകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു കാര്യത്തിൽ ഈ പറഞ്ഞതുമായുള്ള ബന്ധത്തിൽ തർക്കം വേണ്ട. അതവൻ പറഞ്ഞു, എൻ്റെ വസ്തുവക, എൻ്റെ നിലം നന്നായി വിളഞ്ഞു, വലിയ ഫലമുണ്ടായിരിക്കുന്നു, ഞാൻ എൻ്റെ കളപ്പുരകൾ പൊളിക്കും, ഞാൻ എൻ്റെ കളപ്പുരയിൽ കൂട്ടിവെക്കും, എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയും തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. അവൻ പറഞ്ഞു, എൻ്റെ വിളവ് ഞാൻ സൂക്ഷിച്ചു വെക്കും, എനിക്ക് വേണ്ടിയുള്ളതാണ്. He was very much possessed by the possessions he has. എന്നാൽ ആദിമ ക്രൈസ്തവ സഭ ചെയ്തത്, they didn't possess their possessions because they are possessed by the power
ഓഫ് ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെ അവർ പൊസസ് ചെയ്തതുകൊണ്ട് അവർ മറ്റൊന്നിനാലും പൊസസ് ചെയ്യപ്പെടാൻ ഇടയായില്ല. നമ്മൾ മറ്റ് പലതിനാലും പൊസസ് ചെയ്യപ്പെട്ടവരായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് പൊസസ്ഡ് ബൈ ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനാൽ നമ്മൾ പിടിക്കപ്പെട്ടിട്ടില്ല, യേശു ക്രിസ്തുവിനാൽ നമ്മൾ രൂപാന്തരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായി നമ്മൾ കാണേണ്ട കാര്യം. ഈ ആദിമ ക്രൈസ്തവ സഭയിലെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ പോലെ എല്ലാം നമുക്കുണ്ട്, പക്ഷേ എനിക്കുള്ളത് നിൻ്റേതുകൂടിയാണ്, എൻ്റെ നന്മ നിൻ്റെ നന്മയ്ക്ക് സഹായകരമാകും, അങ്ങനെയുള്ള ഒരു കരുതൽ സമൂഹമാണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് പോകുന്നത്. മാർത്തോമാ സഭയുടെ എല്ലാ ഇടവകകളും ആദിമ ക്രൈസ്തവ സഭയുടെ ഈ സ്പിരിറ്റിലേക്ക്, ഈ ആത്മാവിലേക്ക് മടങ്ങി വരണം. ഇത് വളരെ വളരെ പ്രധാനമാണ്. സഭ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയാണെങ്കിൽ, സെമിനാരിയിലെ ആദ്യത്തെ വർഷത്തിൽ തിയോളജി ആരംഭിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വാക്കാണ്, ഈ ചർച്ച് ഈസ് ദ സൈൻ ആൻഡ് ദ സാക്രമെന്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അത് അടയാളമാണ്, അത് കൂദാശയാണ് ചർച്ച് എന്ന് പറയുന്നത്. ആ അടയാളം നമുക്ക് ഇന്ന് പുനരുദ്ധരിപ്പിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ പുനർജീവിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഞാനിവിടെ ഇരിക്കുന്ന നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ ഇടവകൾ എനിക്കറിയാൻ പാടില്ല. ആയിരിക്കുന്ന സ്നേഹിതൻ്റെ ഇടവകയിൽ 150 വീടുണ്ടെന്ന് വിചാരിക്കുക. ആ 150 വീട്ടുകാരും തങ്ങൾക്കുള്ളത് തങ്ങളുടേത് മാത്രമെന്ന് പറയാതെ എല്ലാവരുടെയും ആവശ്യത്തിൽ അവിടെ പങ്കിട്ടാൽ നിങ്ങളുടെ ഇടവക കുറച്ചുകൂടി ആ ദേശത്തും ആ ഇടവകയ്ക്കും നന്മയായി ഭവിക്കുമോ? നിശ്ചയമായിട്ടും ഭവിക്കും. അതുകൊണ്ട് ഈ ടെസ്റ്റ് ഞാൻ ഇന്ന് എടുക്കാൻ കാരണം, നമ്മുടെ ഇടവകകൾ കൂടുന്ന സഭ ആദിമ ക്രൈസ്തവ സഭയിലേക്ക്, ആ ചിന്തയിലേക്ക്, ആദിമ ക്രൈസ്തവ സഭയിലേക്ക് മടങ്ങി വരണമെന്നുള്ള പദം ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്നാൽ ആദിമ ക്രൈസ്തവ സഭയുടെ ഈ പങ്കിടലിൻ്റെതായ ആ ആത്മാവ് നമ്മുടെ പള്ളികളിൽ പരിവർത്തിച്ചേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് ചർച്ച് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ കാണുന്നത് പോലെ ഒരാൾക്കൂട്ടമായി കാണാതെ വി ആർ ഡിഫറെൻറ്റ്. നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നമ്മളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. വി ആർ ദി ചോസൺ പീപ്പിൾ, വി ആർ മെമ്പേഴ്സ് ഓഫ് എ റോയൽ ഫാമിലി. നമ്മൾ രാജകീയ പുരോഹിത വർഗവും വംശവുമാണ്. അതുകൊണ്ട് വി ആർ ഡിഫറെൻറ്റ്. അതുകൊണ്ട് ഈ വ്യത്യസ്തനായി വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ലോകത്തിൽ വ്യത്യാസം സംഭവിപ്പിച്ചേ മതിയാകുകയുള്ളൂ. ആ ലോകത്തിൻ്റെ വ്യത്യാസം സാധിക്കുന്നത് ഈ ആദിമ ക്രൈസ്തവ സഭയുടെ ദർശനത്തിലേക്ക് മടങ്ങി വരുമ്പോഴാണ്. അപ്പോൾ ആദിമ ക്രൈസ്തവ സഭ ദേ ആർ നോട്ട് മിയർലി മെമ്പേഴ്സ് ഓഫ് എ കമ്മ്യൂണിറ്റി. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവര് ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ സ്വന്തമെന്ന് ഒന്നും പറഞ്ഞില്ല, അവരെല്ലാം പങ്കിട്ടു. ആ പങ്കിട്ടപ്പോഴാണ് അവർക്കൊരു സമൂഹം നിർമ്മിക്കുവാനായിട്ട് സാധിച്ചത്. നിശ്ചയമായിട്ടും അങ്ങനെയാണ്. അപ്പോൾ നമുക്കുള്ളത്, when we share what we have, we can create a community. നമുക്കൊരു സമൂഹം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് അവരുടെ ഉള്ളത് പങ്കിട്ടപ്പോഴാണ്. അപ്പോൾ എപ്പോഴാണ് ഈ കമ്മ്യൂണിറ്റി ഹോളി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയനായിട്ട് മാറുന്നത്? അത് തങ്ങളുടെ ഉള്ളത് ഹാവിങ് നൽകിയപ്പോൾ മാത്രമല്ല, അവരുടെ ബീയിങ്ങും പങ്കിട്ടപ്പോഴാണ്, അവരുടെ ഉണ്മ പങ്കിട്ടപ്പോഴാണ്. ഈ ഉണ്മ പങ്കിടാനായിട്ട്, ഈ അപ്പം നുറുക്കുവാനായിട്ട് അവരെ പ്രേരിപ്പിച്ച അടിസ്ഥാന പ്രമാണം എന്താണ്? ആ അടിസ്ഥാന പ്രമാണം അടിസ്ഥാനപരമായി ഒന്ന് മാത്രമാണ്. അത് കർത്താവിൻ്റെ തിരുവത്താഴ മേശയാണ്, യൂക്കറിസ്റ്റാണ്, വിശുദ്ധ സംസർഗമാണ്. വിശുദ്ധ കുർബാനയിൽ യേശു തമ്പുരാൻ പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, ദിസ് ഈസ് മൈ ബോഡി, ഇതെൻ്റെ ശരീരമാണ്, പക്ഷേ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇത് എൻ്റെ രക്തമാണ്, ഇത് നിന്റെ ജീവന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ യേശു തൻ്റെ ഉള്ളവും ഒരുമിച്ച് പങ്കിട്ടപ്പോൾ, when Jesus shared his being and having, that created a holy communion, a holy community, a Eucharistic community. മാർത്തോമാ സഭയുടെ അംഗങ്ങളെ, നമ്മൾ വെറുതെ ജീവിക്കുന്നവരല്ല, നമ്മൾ ഏതോ ഒരു സാമൂഹിക സംഘടനയുടെ അംഗമല്ല. We are members of the Eucharistic community. That is a holy community. Holy community എന്ന് പറയുമ്പോൾ ഈ ഒരു
നമ്മുടെ ഉള്ളം മാത്രമല്ല, നമ്മുടെ ഉണ്മയും നമുക്ക് ചില ആളുകൾക്ക് അവരുടെ സമൃദ്ധിയിൽ നിന്ന് എന്തെങ്കിലും പങ്കിടാൻ സാധിച്ചേക്കാം. അതൊരു ചാരിറ്റി സർവീസായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചേക്കാം. പക്ഷെ അതല്ലല്ലോ, അതിനപ്പുറം നമ്മുടെ ഉണ്മ പങ്കിടാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരിടത്ത് പറഞ്ഞു, ഓരോരുത്തരും മനസ്സിൽ സങ്കല്പിക്കുക, ഓരോരുത്തരും അടുത്തിരിക്കുന്നവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ബ്ലഡ് ബാങ്കാണ് ഞാനും നിങ്ങളൊന്ന് മറക്കാതിരിക്കുക. എന്നിൽ ദൈവം നിക്ഷിപ്തമായിരിക്കുന്നത്, ദ ബ്ലഡ് ഇൻ മൈ ബോഡി ഈസ് നോട്ട് മൈ ക്രിയേഷൻ, ഇറ്റ് ഈസ് പ്യുവർലി ഗോഡ്സ് ഗിഫ്റ്റ്. It can be polluted by cancer, but I am not affected by cancer because purely of God's grace. ദൈവത്തിൻ്റെ നന്മ കൊണ്ടും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ടും കോവിഡ് എനിക്ക് ഇതുവരെ വന്നില്ല. അതെൻ്റെ ഗുണമല്ല. എത്രയോ ആളുകളെ നമ്മൾ അങ്ങനെയുള്ളവരെ കണ്ടു കാണും. നമ്മൾ അറിഞ്ഞില്ല പ്രൈമറി കോണ്ടാക്റ്റ് ആയിരുന്നു അല്ലയോ എന്ന്. പക്ഷേ വന്നു കാണാം, ചിലത് വന്നു പോയാലും അറിയത്തില്ല എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. അപ്പോൾ ഞാൻ ആയിരിക്കുന്നത്, പൗലോസ് പറയുന്നു, ദൈവത്തിൻ്റെ കൃപയാലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സൃഷ്ടിക്കാതെ നിങ്ങളിലുള്ള ഈ ബ്ലഡ്, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സഹോദരൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. ആദിമ ക്രൈസ്തവ സഭ അവരുടേതെല്ലാം പൊതുവായി കണ്ട് അവർ പങ്കിട്ടപ്പോൾ അവരെ ജീവനെ നിലനിർത്തുന്നവരായി തീർന്നു. അവർ കമ്മ്യൂണിയൻ്റെ ഭാഗമായി തീർന്നു. ഉടനെ 5-ാം അധ്യായത്തിലേക്ക് വരുന്നുണ്ട്. അനന്യാസ് അവര് നൽകേണ്ടതായ പണം അവർ സൂക്ഷിച്ചു വെച്ചു. അപ്പോൾ ആദ്യത്തെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് നമ്മൾ പറയുന്നു, അവരുള്ളത് പങ്കിട്ടു, മറ്റേത് അവർ പൊതിഞ്ഞു വെച്ചു. നമ്മൾ പങ്കിട്ടപ്പോൾ ജീവനായി, പൊതിഞ്ഞു വെച്ചപ്പോൾ മരണമായി. മാർത്തോമാ സഭയുടെ അംഗങ്ങളെ പൊതിഞ്ഞു വെക്കുന്ന സംസ്കാരത്തിൽ നിന്ന്, പൊതികെട്ടി വെക്കുന്ന സംസ്കാരത്തിൽ നിന്ന് പൊതിയഴിക്കുന്ന, അത് ഈ ലോക ജീവിതത്തിന് മറ്റുള്ളവർക്ക് പാഥേയമായി തീരുന്ന വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ഈ സഭയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഏത് സമൂഹത്തിനും ഏത് ഐഡിയോളജിക്കും അതൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ പ്രയാസമോ നന്മയോ തിന്മയോ ഒക്കെ നമ്മളിപ്പോൾ വിശദീകരിക്കുന്നില്ല. പക്ഷേ ചാൻസസ് ആർ മോർ ഫോർ ഡിസൻറ്റഗ്രേഷൻ. അത് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് ഹോളി കമ്മ്യൂണിയനായിട്ട് തീരുമ്പോൾ അത് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുക, അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അത് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. മാർത്തോമാ സഭയിലെ 10 ലക്ഷം വരുന്ന ആളുകൾ കണക്കിനെ കുറിച്ച് നിങ്ങളിപ്പോൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഈ 10 ലക്ഷം ആളുകൾ എങ്കിലും, അത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം, ഇതാ നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും പിന്നെ ഭൂമിയുടെ അറ്റത്തോളം. ലെറ്റ് us start in our church. മാർത്തോമാ സഭയിലെ 10 ലക്ഷം വരുന്ന ആളുകൾ, ആ ആളുകൾ പരസ്പരം എൻ്റെ ജീവനും ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, ഇത് നിനക്ക് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞാൽ മാർത്തോമാ സഭയുടെ മുഴുവൻ ഇടവകളും യൂക്കറിസ്റ്റിക് കമ്മ്യൂണിറ്റി ആയിട്ട് മാറും. ദൈവനാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ലോകത്തിൻ്റെ രക്ഷ വിശുദ്ധ കുർബാന സമൂഹത്തിലൂടെ സംഭവിക്കണം. ഇത് സംഭവിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഈ ലോകത്തിന് നേരെ ദൈവനാമത്തിൽ ചെയ്യുന്ന വലിയ അപരാധമായിരിക്കും. ഇതുവരെ, ഈ നിമിഷം വരെ നമുക്ക് പരിമിതികൾ കാണാം, നമ്മൾ കുറവുകൾ കാണാം, നമുക്ക് നന്മ കാണാം, നന്മയുടെ കൂടെ തിന്മ കാണാം. എല്ലാം നമുക്ക് ഉപേക്ഷിക്കാം. പലതും ഉപേക്ഷിച്ചതായ ഒരു മണൽപ്പുറമാണിത്. എന്തുപേക്ഷിക്കുന്നു? പിൻപിലുള്ളതെല്ലാം നമുക്ക് മറക്കാം. പിൻപിലുള്ളതെല്ലാം നമുക്ക് മറക്കാം. മുമ്പിൽ നമ്മുടെ കൃത്യമായ എയിം, അത് കൃത്യമായി നമ്മൾ ടാർഗറ്റ് ചെയ്യുക. ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുവാൻ നമുക്കിടയാകട്ടെ. അങ്ങനെയുള്ള ഹോളി കമ്മ്യൂണിയൻ സൃഷ്ടിക്കുവാനായിട്ട് നമുക്കിടയാകണം. ഇതൊരു കാഴ്ചപ്പാടിലുള്ള മാറ്റമാണ്. ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ മാറ്റം കൊണ്ട് മാത്രമേ നമുക്കിങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹമില്ലാത്തത് ആരാണ്? നമുക്കിങ്ങനെ ജീവിക്കാൻ ആഗ്രഹമുള്ളവരാണ്. പക്ഷേ പലപ്പോഴും നമുക്കത് സാധിക്കാതെ വരുന്നത് നമ്മുടെ കാഴ്ചപ്പാട് വികലമായിരിക്കുന്നു. നമ്മൾ ആദ്യമേ ഒന്ന് സൂചിപ്പിച്ചതുപോലെ നമ്മൾ മതത്തെ ഒരു എൻ്റർപ്രൈസായി കണ്ടിരിക്കുന്നു. അതുകൊണ്ട് മതത്തിന് വേണ്ടി മരിക്കാൻ ആളുകൾ വർദ്ധിക്കുന്നു. മതത്തിന് വേണ്ടി മരിക്കാൻ ആൾ വേണ്ട, സഹോദരന് വേണ്ടി കുരിശെടുക്കാനായിട്ട് ആളുണ്ടാകുമ്പോഴാണ് നമ്മുടെ ആത്മീയത അർത്ഥപൂർണ്ണമാകുന്നത്. പലർക്കും വേണ്ടി മരിക്കണ്ട, നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് എടുക്കാം. ആ ക്രൂശ് എടുക്കുമ്പോൾ ആ ക്രൂശിൻ്റെ പരിണിത ഫലമാണ് ഈ യൂക്കറിസ്റ്റിക് കമ്മ്യൂണിറ്റി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു സ്ഥിതി നമുക്കുണ്ടാകട്ടെ. ഇങ്ങനെ ദൈവം നമ്മളെ സ്പർശിച്ചു കഴിയുമ്പോൾ പുതിയ സൃഷ്ടിയാകുന്നു. പഴയ നിയമത്തിൽ നമുക്ക് ഉത്തമമായ ഒരു കാഴ്ചയാണ് യാക്കോബ്. ഈ യാബോക്കിൻ്റെ കടൽക്കരയിൽ വെച്ച് ദൈവം തമ്പുരാൻ ഈ യാക്കോബിനോട് മൽപ്പിടിക്കുകയാണ്. മൽപ്പിടുത്തം കഴിഞ്ഞപ്പോൾ ആകപ്പാടെ ഒരു സീൻ നമുക്ക് അവിടുത്തെ അറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ അതിനുശേഷം രാവിലെ ദൈവദൂതൻ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവം
യാക്കോബിനോട് പറയുകയാണ്, ഇനിയും നിന്റെ പേർ യാക്കോബ് എന്നല്ല, നിന്റെ പേർ ഇസ്രായേൽ എന്നായിരിക്കും. ഇസ്രായേൽ, ദൈവം വിജയിക്കുന്നു എന്നാണ് അതിൻ്റെ ഒരർത്ഥമെങ്കിൽ, ഹീബ്രു ഭാഷ ശരിക്കും അറിയാവുന്ന ആളുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്നത് ഇഷ് റാ എൽ, ഇഷ് ഇഷ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്, എൽ ദൈവം, എൽ ഷഡായ്, എൽ എലോഹീം അത് ദൈവമാണ്, റ എന്ന് പറഞ്ഞാൽ അത് തിന്മയാണ്, ഈവിളാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ദൈവനാമത്തിൽ ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, എല്ലാ മനുഷ്യർക്കും ഈ ഇസ്രായേൽ എന്നുള്ളതൊരു പേരല്ല, ഒരു ദൗത്യമാണ്. അതായത് നമ്മളിലുള്ള ഈവിൾ, ഈ റാ, ഇതിനെ നമ്മൾ നമസ്കരിച്ചാൽ നമ്മളിലുള്ള ദൈവാംശം വളരുകയും മനുഷ്യൻ ദൈവത്തെ പോലെ ആയിത്തീരുകയും ചെയ്യും. അപ്പോൾ ഇസ്രായേൽ ആയി മാറിക്കഴിഞ്ഞപ്പോൾ ഈ യാക്കോബിന് ഒരു പുതിയ പ്രകാശനം കിട്ടുകയാണ്. തൻ്റെ സഹോദരൻ ഏശാവിനെ കളിപ്പിച്ചവനാണ്, തന്നെ കൊല്ലുമോ എന്ന് പേടിച്ചു വരുന്ന യാത്രയാണിത്. അപ്പോൾ ആ ഇസ്രായേൽ, യാക്കോബ് എന്ന ഇസ്രായേൽ പറയുകയാണ്, എനിക്കിപ്പോൾ നിന്റെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെയാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, അയൽവക്കക്കാരൻ്റെ, നമുക്കിഷ്ടമില്ലാത്തവൻ്റെ, നമുക്ക് താല്പര്യക്കുറവുള്ളവൻ്റെ മുഖത്ത് ദൈവത്തെ കാണാൻ സാധിക്കാത്തതിൻ്റെ കാരണം നമ്മളിൽ ഈ റാ അല്ലെങ്കിൽ ഈ ഈവിൾ, നമ്മുടെ ഉള്ളിൽ തിന്മ വർദ്ധിക്കുന്നു എന്നാണ്. ദൈവം നമ്മളെ സ്പർശിച്ച് നിങ്ങൾ ഇസ്രായേലാകുമ്പോൾ നമ്മുടെ ശത്രു നമുക്ക് സഹോദരനായി മാറും, അന്യൻ അനുജനായി മാറും, അയൽക്കാരൻ അനുഗ്രഹമായി മാറും. അപ്പോഴാണ് യാക്കോബ് നമ്മുടെ ചങ്കുലയ്ക്കുന്നതായ പദം പറയുന്നത്, എനിക്കിപ്പോൾ നിന്റെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെയാണ്. ഐ ഹാവ് സീൻ യുവർ ഫേസ് ആസ് ദോ ദ ഫേസ് ഓഫ് ഗോഡ്. മാർത്തോമാ സഭയുടെ അംഗങ്ങളെ, നമുക്ക് പരസ്പരം പറയാം, അടുത്തു നിൽക്കുന്നവൻ ദൈവത്തിൻ്റെ മുഖമായി തീരുന്ന, അടുത്തു നിൽക്കുന്നവൻ അപകടകാരിയാണ് എന്ന് ഈ ലോകം പഠിപ്പിക്കുന്നു. അടുത്തു നിൽക്കുന്നവൻ നിഗ്രഹിക്കപ്പെടേണ്ടവനാണ് എന്ന് പറയുമ്പോൾ, അടുത്തു നിൽക്കുന്നവൻ എന്നെ മനസ്സിലാക്കാനുള്ള ദൈവത്തിൻ്റെ മുഖമാണ് എന്ന് കണ്ടെത്തുന്നതായ ഒരു തീരുമാനം നമുക്കിന്നുണ്ടാകട്ടെ. മാർത്തോമാ സഭയുടെ 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ പുതിയ മെത്രാപ്പോലിത്തായുടെ നേതൃത്വത്തിൽ മാർത്തോമാ സഭ എല്ലാവരുടെയും മുഖത്ത് ദൈവപ്രകാശം കാണുന്ന അനുഗ്രഹീതമായ ഒരു പുതിയ പ്രഭാതത്തിൻ്റെ നാളെ ഈ കൺവെൻഷനിൽ ആരംഭിച്ചാൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. ഇത് സാധിക്കുമോ? സാധിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇതിൽ നിന്ന് നമ്മളെ മാറ്റുന്നതായ ഒരു ശക്തിയുണ്ട്. നമുക്കെതിരെ ഒരു ശക്തിയേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞത് സാത്താൻ എന്നാണ്. ആ സാത്താനെ കുറിച്ച് സെന്റ് അഗസ്റ്റിൻ 3 കൊച്ചു കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം, ഇത് ഈ ഏദൻ തോട്ടത്തിൽ ആദവനോട് ഹവ്വയെയും പരീക്ഷിച്ച പരീക്ഷയെക്കുറിച്ച് അദ്ദേഹം നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന്, ഇങ്ങനെ ഒക്കെ ജീവിക്കാൻ ഒക്കുകയില്ല, പ്രയാസമാണ്. സാത്താൻ നമ്മളിൽ പ്രവേശിച്ചിരിക്കുന്നു, പിടിമുറുക്കിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. 2, അവൻ പറയുന്നതിലും കാര്യമില്ലേ എന്നൊരു സംശയത്തിൻ്റെ ചിന്ത നമ്മളിൽ വളരും. 3, ഇതൊക്കെ ആരറിഞ്ഞ് ഇനി വരും ലോകമുണ്ട്, ആരവിടെ പോയി, ഇതൊന്നും നമുക്കറിയത്തില്ല. ഇപ്പോഴുള്ളതും പോവും, വരാനുള്ളതും പോവും, അതുകൊണ്ട് ഇപ്പോഴുള്ളതിലും നമുക്ക് സ്വീകരിക്കാം. ഈ 3 ചിന്തകളാൽ വേട്ടയാടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ പറഞ്ഞത്. അത് ഈ ചിന്ത നമ്മളിൽ കൊണ്ടുവരുന്നത് ഒരൊറ്റ ശക്തിയിൽ നിന്നാണ്. അത് പിശാചിൻ്റെ ശക്തിയാണ്. ഇങ്ങനെയൊന്നും നോക്കുകയല്ല, ഇങ്ങനെയൊക്കെ ഒക്കും എന്ന് കാണിച്ചു തന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ നേതാവ്. അത് നമ്മുടെ രക്ഷകനും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തു. മാർത്തോമാ സഭ ഷുഡ് പ്രൗഡ് ടു സേ ദാറ്റ് ജീസസ് ഈസ് മൈ ലോർഡ് ആൻഡ് സേവിയർ. പലപ്പോഴും നമുക്ക് പഠിത്തമുള്ളവർക്കും പഠിത്തമില്ലാത്തവർക്കും we are slightly ashamed to say that Jesus is my savior. നമ്മളുടെ ഇടവകകൾ, let our parishes be weaving communities of hope, പ്രത്യാശയുടെ സമൂഹത്തെ നെയ്തെടുക്കുന്ന ഒരു സമൂഹം മാർത്തോമാ സഭ. ഇതാണ് നമുക്ക്. അതുകൊണ്ട് ഭക്തിയുടെ പാരവശ്യങ്ങളിൽ നിന്ന്, ഭക്തി തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല,
യഥാർത്ഥ ഭക്തിയുള്ളവരായി നമുക്ക് തീരാം. സഭ എന്തിനാണ്? സഭ ഒറ്റക്കാര്യം പറയാനാണ്. ഒരിടവകയിലെ എല്ലാവരും പരസ്പരം പറയുക, നിനക്ക് ഞാനുണ്ടല്ലോ, എനിക്ക് നീ ഉണ്ടല്ലോ. പരസ്പരം ഊന്നുവടികളായി നമുക്ക് തീരണം. കരുതുന്ന, കരുണ കാണിക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ടാകട്ടെ. നമ്മൾ ആ പ്രാർത്ഥന ആരംഭിച്ചത് എങ്ങനെയാണ്? ദൈവമേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. മേക്ക് മീ എ ചാനൽ ഓഫ് യുവർ പീസ്. മേക്ക് മീ, നോട്ട് മേക്ക് യു. നിന്നെ ആക്കണമെന്നല്ല, എന്നെ. നമുക്ക് ഈ ഒരു ദർശനം ഉണ്ടാകട്ടെ. ഇറക്കി വിടുന്ന ലോകത്തിൽ കയറ്റിക്കിടുത്തുന്ന, ചേർത്ത് പിടിക്കുന്ന, കരുതൽ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഈ ഒരു വലിയ വലയം നമുക്ക് സൃഷ്ടിക്കാം. മാർത്തോമാ സഭയുടെ പരിമിതികളിലുള്ള ഈ കൺവെൻഷൻ പരിമിതിയില്ലാത്ത ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൽ നമ്മൾ നിറഞ്ഞ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിച്ച് ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. വി ആർ ദി അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ ഈ ലോകത്തിൽ സ്വർഗം യാഥാർത്ഥ്യമാക്കുന്നവരാണ്, ദൈവരാജ്യം യാഥാർത്ഥ്യമാക്കുന്നവരാണ്. അതിന് ദൈവമേ, എന്നെ നിൻ്റെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.